ഹർമൻസ് അസ്ട്രോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വർഷത്തെ 12 കൂറിലും വരുന്ന 27 നക്ഷത്രക്കാരുടെ വാർഷിക ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തികക്കാല്. അവർക്ക് ശനി 12-ലാണ്. 7 ശനിയുടെ തുടക്കമാണ്. ശനിയുടെ ദോഷമുണ്ടെങ്കിലും രാഹുർ 11-ലും കേതു 5-ലും നിൽക്കുന്നത് കൊണ്ട് 11-ലെ രാഹുർ സമ്പത്തും അധികാരവും മത്സര വിജയവും ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ 12-ലെ ശനി ദോഷകാരകനായതുകൊണ്ട് വ്യയവും ദുരിതവും കുറച്ച് കൂടുന്നതിന് ഇടയാക്കും. അതിന് പരിഹാരമായി ശിവക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും അത്യാവശ്യമായിട്ടുള്ള പൂജകൾ ചെയ്യണം. അടുത്തത് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറുകാർക്ക് ജൂൺ മാസം 2-ാം തീയതി വരെ വ്യാഴം 2-ലും ശനി കഴിഞ്ഞ മെയ് മുതൽ 2.5 വർഷക്കാലം വരുന്ന 30 മാസക്കാലം 11-ലും നിൽക്കുകയാണ്. 11-ലെ ശനി എന്ന് പറയുന്നത് 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നത് കൊണ്ടും ഒപ്പം വ്യാഴം 2-ൽ വരുന്നത് കൊണ്ടും അവർക്ക് ഈ കാലയളവ് ലോട്ടറി അടിക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ലോട്ടറി അടിക്കുമെന്ന് പറയുമ്പോൾ ലോട്ടറി അടിക്കുമെന്നല്ല, അതിനനുസരിച്ചുള്ള സാമ്പത്തിക മെച്ചങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും സിനിമയിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ജോലിയിലും എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് ജൂൺ മാസം 2 കഴിയുമ്പോൾ വ്യാഴം 3-ലേക്ക് വരുമ്പോൾ കുറച്ച് സൽഫലങ്ങൾ കുറഞ്ഞു കിട്ടുമെങ്കിലും 11-ലെ ശനി ഉത്തരോത്തരം അവർക്ക് പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാക്കും എന്ന് കാണുന്നു. അടുത്തതായി മകയിരത്തര, തിരുവാതിര, പുണർതത്തി മുക്കാല് വരുന്ന മിഥുനക്കൂറുകാരുടെ ഫലമാണ്. അവർക്ക് വ്യാഴം 10-ൽ കണ്ടകനായും അവർക്ക് ശനി 10-ൽ കണ്ടകനായും വ്യാഴം ജന്മത്തിൽ ദോഷകാരകനായും നിൽക്കുന്നത് ജൂൺ മാസം 2-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ വ്യാഴം 2-ൽ കർക്കടക രാശിയിൽ ഉച്ചത്തിൽ വരികയും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം 10-ൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുകയും ശനിദോഷം അതുവഴി മാറുകയും 2-ൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തിക, ഔദ്യോഗിക, ബിസിനസ് പരമായി രാഷ്ട്രീയത്തിലെല്ലാം നല്ല ഫലങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നതായി കാണുന്നു. അത് കഴിഞ്ഞ് വരുന്ന കർക്കിടകക്കൂറ്, പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 12-ൽ നിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരികയും ശനി കണ്ടകനായി നിൽക്കാത്തത് കൊണ്ട് ജൂൺ 2-ാം തീയതി മുതൽ അവർക്ക് വിവാഹം, ബിസിനസ്, കർമ്മരംഗത്ത് ഉയർച്ച, രാഷ്ട്രീയക്കാർക്ക് ഉയർച്ച തുടങ്ങിയിട്ടുള്ള നല്ല ഫലങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ചിങ്ങക്കൂറാകട്ടെ മകം, പൂരം, ഉത്രത്തിക്കാല് വരുന്ന 3 നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. ശനിയുടെ 8-ലെ നിൽപ്പ് അവർക്ക് കാലിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ പ്രോബ്ലങ്ങൾ വന്നാൽ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കേണ്ടതും. 11-ലെ വ്യാഴം ജൂൺ മാസം 2-ാം തീയതി വരെ വളരെ നല്ല ഫലങ്ങളെ അവർക്ക് സാമ്പത്തികമായി, ഔദ്യോഗികപരമായും കൊണ്ടുകൊടുക്കുന്നതുമാണ്. അത് കഴിഞ്ഞ് വരുന്ന ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിര കന്നിക്കൂറുകാർക്ക് ജൂൺ 2-ാം തീയതി മുതൽ 10-ൽ നിൽക്കുന്ന വ്യാഴം 11-ൽ കർക്കിടകത്തിൽ ഉച്ചത്തിലേക്ക് വരുന്നത് കൊണ്ട് 1 വർഷക്കാലം അവർക്ക് വളരെ നല്ല ഫലങ്ങളെ സാമ്പത്തികമായും ഔദ്യോഗിക രംഗത്തും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് കാണുന്നു. ഒപ്പം 7-ൽ നിൽക്കുന്ന ശനിയെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്ത് ശനിയുടെ കണ്ടകന്റെ ദോഷം മാറ്റിക്കൊടുക്കുകയും ചെയ്യും. ചിത്തിരയാര, ചോതി, വിശാഖത്തിന്റെ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് ഈ വർഷം ജൂൺ വരെ വളരെ നല്ല ഫലങ്ങളെ കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ ശനി 6-ാം ഭാവത്തിൽ രാജയോഗം ചെയ്തും മീനൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും വ്യാഴം 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വളരെ നല്ല ഫലങ്ങളെ അവർക്ക് കൊടുക്കും. അത് ബിസിനസ്സിലും സിനിമയിലും രാഷ്ട്രീയത്തിലും ഔദ്യോഗിക രംഗത്തും വളരെ ഉയർച്ച കൊടുക്കുകയും ജൂൺ 2-ന് ശേഷം വ്യാഴം 10-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഉച്ചത്തിലായതുകൊണ്ട് ദോഷമില്ലാതെ ഗുണദോഷ സമ്മിശ്രമായി വ്യാഴനെ കൊണ്ടുള്ള ഫലം മാറുമെങ്കിലും 6-ൽ നിൽക്കുന്ന ശനി തുടർന്ന് വരുന്ന 24 മാസക്കാലം വളരെ നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നും കാണുന്നു. അത് കഴിഞ്ഞ് വരുന്ന വിശാഖത്തിന്റെ കാല്, അനിഴം, കേട്ട വൃശ്ചികക്കൂറ് അവർക്ക് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴം 9-ലേക്ക് വരുന്നത് ഇപ്പോ വ്യാഴം 8-ൽ ദൈവം മറഞ്ഞു നിൽക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുർ രോഗാദി ദുരിതങ്ങളെ ഉണ്ടാക്കി കർമ്മത്തിൽ ദോഷം ഒക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതെല്ലാം ജൂൺ മാസം 2-ാം തീയതി തൊട്ട് വളരെ നല്ല ഫലങ്ങളെ 1 വർഷത്തേക്ക് ഉണ്ടാക്കി കൊടുക്കും. ഡിസംബർ മാസം 5-ാം തീയതി രാഹുർ 4-ൽ നിന്നും 3-ലേക്ക് മാറി അതും രാജയോഗ പ്രധാനമായി മാറും. പക്ഷേ അതുവരെയുള്ള ഷോർട്ട് പീരീഡ് വൃശ്ചികക്കൂറുകാർ അത്യാവശ്യം നാഗരാജ പ്രാർത്ഥനയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്തും ദോഷങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ 3 നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം 7-ൽ നല്ല ഫലങ്ങളെ കൊടുക്കുകയും 4-ലെ ശനി കണ്ടകനായി ദോഷം കൊടുക്കുകയും 3-ലെ രാഹുർ രാജയോഗം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്മിശ്ര ഫലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ
രാഷ്ട്രീയത്തിൽ, ഉദ്യോഗത്തിൽ, ബിസിനസ്സിൽ ഒക്കെ തന്നെ നല്ല ഫലങ്ങൾ കാണിക്കുന്ന ലക്ഷണം വരുമ്പോൾ 4-ലെ കണ്ടകശനി മോശം കാണിക്കുകയും 3-ലെ രാഹുർ മെച്ചം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്മിശ്ര ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവർക്ക് വ്യാഴം 8-ലേക്ക് ജൂൺ മാസം 2-ാം തീയതി മാറും. അത് ഉച്ചത്തിലേക്ക് ആയതുകൊണ്ട് 8-ലേക്ക് മാറുന്നതിന്റെ ദോഷം അനുഭവിക്കാതെ പോകും. അത് കഴിഞ്ഞ് വരുന്ന ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. അത് കഴിഞ്ഞ് വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടത്തര 3 നക്ഷത്രക്കാർക്ക് ശനി 3-ാം ഭാവത്തിലും രാജയോഗം ചെയ്ത് നിൽക്കുകയും അതുപോലെ വ്യാഴം ജൂൺ 2 മുതൽ 7-ാം ഭാവത്തിലേക്ക് വന്ന് ഗജകേസരി യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല ഗുണങ്ങളുണ്ടാക്കും. ഒപ്പം 2-ലെ രാഹുവും 8-ലെ കേതുവും സാമ്പത്തിക, ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അത് കഴിഞ്ഞ് വരുന്ന അവിട്ടത്തര, ചതയം, പൂരിട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം 5-ലും 2-ൽ ശനി 7-ര ശനിയുടെ അവസാന കാലവും നിൽക്കുന്നു. ജൂൺ 2 കഴിഞ്ഞിട്ട് അവർക്ക് വ്യാഴം 6-ലേക്ക് വരുന്നത് കർക്കിടകത്തിൽ ഉച്ചത്തിലായതുകൊണ്ട് ദോഷകാരകനല്ല. പക്ഷേ 2-ലെ ശനി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. ജന്മത്തിലെ രാഹുർ മറ്റുള്ളവരെ നമ്മളെ സർപ്പത്തെ കാണുന്നത് പോലെ കാണുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കണം. അത് കഴിഞ്ഞ് വരുന്ന പൂരിട്ടാതി അവസാനക്കാല്, ഉത്രട്ടാതി, രേവതി അവർക്ക് ജന്മശനിയും 4 വ്യാഴവും നിലവിൽ നടക്കുമ്പോൾ രാഹുർ 12-ൽ വേദരുദ്ധ സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഒപ്പം 6-ൽ നിൽക്കുന്ന കേതു രാജയോഗം ചെയ്യും. ജന്മശനി 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് 7-ലേക്കും ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ദാമ്പത്യ കർമ്മരംഗങ്ങളിൽ ദോഷങ്ങൾ വരാതെ നോക്കണം. അതുപോലെ 12-ലെ രാഹുർ വ്യയം കൂട്ടാതെ നോക്കണം. 4-ൽ നിൽക്കുന്ന വ്യാഴം 5-ലേക്ക് ഉച്ചത്തിൽ വരുന്നത് കൊണ്ട് ജൂൺ മാസം 2-ാം തീയതി തൊട്ട് 1 വർഷക്കാലം ആ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുകയും ആ ശനിയുടെ ദോഷങ്ങളെ മാറ്റി 5-ലെ വ്യാഴം ഉച്ചത്തിൽ വളരെ ഉയർന്ന സാമ്പത്തിക മെച്ചവും കർമ്മ മെച്ചവും ബിസിനസ്, സിനിമ തുടങ്ങിയിട്ടുള്ളവയിലെല്ലാം വളരെ ഉയർച്ചയും കാണിക്കുമെന്ന് കാണുന്നു.